ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് അരിക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള 2 മീഡിയം സവാള എടുത്തരിഞ്ഞ് അത് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാതും മൂത്ത് പച്ചമണം മാറിയിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും ചേർത്തതിന് ശേഷം നമ്മൾ തിരുമ്പി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ കുറച്ച് പ്രാവശ്യം ഇളക്കി മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് പിന്നെ മൂടി വെച്ച് ഒന്ന് നന്നായിട്ട് വേവിക്കാം. ഇപ്പോൾ ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി മല്ലിയിലയും കൂടി വെതറി അതിനടച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കണത്. ആ ഗ്ലാസ് അരിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി നമ്മൾ ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പട്ടയും ഗ്രാമ്പൂവും തക്കോലും അതുപോലെ തന്നെ 1 ഏലക്കയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കഴുകി വെച്ചിട്ടിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് സമയം മതി ഇത് വേവാനായിട്ട്. അതിന് വെന്തതിന് ശേഷം ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സവാള ഞാൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് നെയ്യിട്ടിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ പട്ടയും കുറച്ച് പെരിഞ്ജീരകവും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആദ്യം ചേർക്കണം. ഞാൻ അതിന് മുന്നേ ക്യാരറ്റ് ചേർത്ത് പോയി. അത് മാറ്റി വെച്ചിട്ട് അതാണ് ഞാൻ ഇതൊക്കെ ഇട്ടത് കേട്ടോ. അതിന് ശേഷം ബാക്കിയുള്ള ക്യാരറ്റും കൂടി ചേർത്ത് നന്നായിട്ട് അതിനൊന്ന് വാട്ടിയതിന് ശേഷം അതിലേക്ക് വേണ്ട പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം നാളികേരപ്പാലാണ് എടുത്തത്. ഒരു 1/4 ഗ്ലാസ് നാളികേരപ്പാൽ എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വറ്റി വരണം. അത് വറ്റി വന്നതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് സവാള വറുത്തത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ അരി മിക്സ് ചെയ്ത് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറി കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് സമയം അടച്ച് വയ്ക്കുക. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വയ്ക്കുകയാണ് നമ്മൾ നേരത്താണ് എടുക്കണം. അങ്ങനെ നമ്മുടെ രുചികരമായ ബിരിയാണി ചിക്കനും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും